അങ്ങ് ദൂരെ നിന്ന് ആരോ കരയുന്നത് കേൾക്കുന്നുണ്ട്. ആരാത്? മാളൂട്ടി ഉറക്കെ വിളിച്ചു ചോദിച്ചു. പക്ഷേ മറുപടി ഒന്നും വന്നില്ല. മാളൂട്ടി അമ്മ കാണാതെ പിന്നാമ്പരത്തു കൂടെ ഇറങ്ങി. മാളൂട്ടി പതുക്കെ കുറ്റിക്കാടുകൾക്കിടയിലൂടെ പിച്ച വെച്ചു നടന്നു തുടങ്ങി. ഉള്ളിൽ നല്ല ഭയമുണ്ട്. ചെന്നായോ കുറുക്കനോ വന്നെങ്കിലോ? കാത്തു കാത്തു! മാളൂട്ടി നീട്ടി വിളിച്ചു. അവളെവിടെ? മരക്കൊമ്പിലൊന്നും കാണുന്നില്ലല്ലോ. ആരോ അങ്ങകലെ ആകാശത്ത് പറക്കുന്നുണ്ട്. അവളിങ്ങ് പറന്നെത്തിയെങ്കിൽ മോട്ടുമുയലിനെ വിളിച്ചു നോക്കാം. മോട്ടു, മോട്ടു! ആരും വിളി കേൾക്കുന്നില്ലല്ലോ. പപ്പി, പപ്പി! ചക്കിപ്പൂച്ചയാണല്ലോ ആ നടന്നു വരുന്നത്. എന്താ മാളു, എന്താ നീ വിഷമിച്ചിരിക്കുന്നത്? ചക്കി, നീങ്ങുവാ. അതാ ആ ഭാഗത്ത് നിന്നാണെന്ന് തോന്നുന്നു ഒരു ദയനീയമായ കരച്ചിൽ കേട്ടു. പിന്നെ ഞാൻ കുറെ നേരം ചെവി വട്ടം പിടിച്ചിരുന്നു. ഒന്നും കേൾക്കുന്നില്ല. നമ്മുടെ ചെങ്ങാതിമാരിൽ ആരോ എന്തോ ഒരു അപകടത്തിൽ പെട്ടിരിക്കുന്നു. നീയൊന്ന് വേഗം വന്നേ മാളു. എവിടെന്ന് വെച്ചിട്ടാ നമ്മൾ ഈ വലിയ കാട്ടിനുള്ളിൽ തിരയുന്നത്? മാത്രവുമല്ല, കാര്യമറിയാതെ കാട്ടിനുള്ളിൽ അകപ്പെട്ടാൽ, നാം വല്ല ചെന്നായ്ക്കളുടെയോ അരടിക്കൂട്ടത്തിലോ അകപ്പെട്ടാൽ, അതുകൊണ്ട് നാം ഇങ്ങനെ കാട്ടിൽ അലയുന്നത് ബുദ്ധിയല്ല. ആ കാത്തു എവിടെ? അവൾക്കാണെങ്കിൽ പറന്നു ചെന്ന് അപകടത്തിൽ പെടാതെ മേലേന്ന് നോക്കാമായിരുന്നു. അവൾ വരേണ്ട സമയമായല്ലോ. കാത്തു, കാത്തു! അവൾ നീട്ടി വിളിച്ചു. അതാ അവൾ നമ്മുടെ വിളി കേട്ടു എന്ന് തോന്നുന്നു. വേഗത്തിൽ പറന്നു വരുന്നുണ്ട്. എന്തേ മാളു, എന്താടാ ചക്കി, എന്താ നിങ്ങൾ ആകെ പരിഭ്രമിച്ചിരിക്കുന്നത്? കാത്തു, നീ ഒട്ടും സമയം കളയാതെ അതാ ആ കാട്ടിന്റെ അതിർത്തി ഭാഗത്തേക്ക് ഉടൻ പറന്നു ചെന്ന് നോക്കണം. നമ്മുടെ കൂട്ടുകാരിൽ ആരോ ഒരു വലിയ അപകടത്തിൽ പെട്ടിരിക്കുന്നു. ഒരു കരച്ചിൽ കേട്ടു. എനിക്ക് എവിടെ നിന്നാണെന്ന് മനസ്സിലാകുന്നില്ല. എവിടെന്ന് വെച്ചിട്ടാ മാളു ഞാൻ തരേണ്ടത്? നീ ചെല്ല്, വേഗം ചെല്ല്. ആ കാണുന്ന ഭാഗങ്ങളിലെല്ലാം ചെന്ന് നോക്ക്. ദൈവമേ, ഒന്നും സംഭവിക്കല്ലേ. ഒട്ടും താമസിയാതെ കാട് മുഴുവൻ പരതി. അപ്പോഴേക്കും എല്ലാവരും എത്തി. മൂട്ടുവും പപ്പിക്കുട്ടിയും ചക്കിപ്പൂച്ചയും കുഞ്ഞിക്കുരുവിയുമെല്ലാം. വാ, നമുക്ക് ചെന്നു നോക്കാം. ധൃതിയിൽ അവർ കാട്ടിലേക്ക് നടന്നു. അതാ കാത്തു അതാ കരഞ്ഞുകൊണ്ടുവരുന്നു. എന്താടി കാത്തു, എന്താ എന്താ എന്തു സംഭവിച്ചു? മാളൂട്ടി, നമ്മുടെ ചിന്നക്കോഴി കുഞ്ഞ് അതാ അവിടെ കാട്ടിനുള്ളിൽ. നീ കരയാതെ വേഗം പറയ് കാത്തു, എന്താ, എന്തു സംഭവിച്ചു? അവിടെ വള്ളിപ്പടർപ്പിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നു. എനിക്ക് വയ്യ. അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? കാത്തു, നീ വേഗം ആ ഭാഗത്തേക്ക് പറന്നു ചെല്ല്. ഞങ്ങളും താഴെ കൂടി വേഗത്തിൽ വരാം. മാളൂട്ടി, കരയല്ലേ, ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ആരും വിഷമിക്കണ്ട. മോട്ടുമുയൽ എല്ലാവരെയും സമാധാനിപ്പിച്ചു. കാത്തു അതാ അവിടെ താഴ്ന്നു പറന്നിറങ്ങുന്നു. അയ്യോ, ചിന്നക്കോഴിക്ക് ഒരനക്കവുമില്ലാലോ. എന്റെ മോട്ടു, നമ്മുടെ ചിന്നക്കോഴി നമ്മെ വിട്ടു പിരിഞ്ഞെന്നാ തോന്നുന്നേ. ചക്കിപ്പൂച്ച വള്ളിപ്പടർപ്പിനിടയിലൂടെ ഈണ്ടിറങ്ങി ചിന്നക്കോഴിയുടെ ശ്വാസം പരിശോധിച്ചു. ആരും ഭയപ്പെടരുത്, ചിന്നക്കോഴിക്ക് ശ്വാസമുണ്ട്. എന്നാൽ ഉടനെ എടുത്ത് കിണ്ണം കമിഴ്ത്തി അതിനുള്ളിൽ വെച്ച് പതുക്കെ മുട്ടി ശബ്ദമുണ്ടാക്കൂ. അങ്ങനെയാ പണ്ടുള്ളവർ ചെയ്തിരുന്നത്. ചക്കിയും കാത്തുവും താങ്ങിയെടുത്ത് കിണ്ണത്തിനടിയിൽ വെച്ച് അതിൽ ശബ്ദമുണ്ടാക്കി. എന്റെ ഈശ്വര, അതാ ചിന്നക്കോഴി എഴുന്നേൽക്കുന്നു. എല്ലാവരും കൂടി അവളെ അരിപ്പുണർന്നു. പപ്പി കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു, ചിന്നു, നീ നമ്മുടെ രക്ഷിതാക്കൾ പറയുന്നത് കേൾക്കാതെ അലഞ്ഞു തിരിയരുത്. അവർ പറയുന്നത് നാം കേൾക്കണം. കേട്ടിരുന്നെങ്കിൽ ഈ അപകടം വരില്ലായിരുന്നു. ശരി, അതൊക്കെ പോട്ടെ, നമുക്ക് വീട്ടിലോട്ട് മടങ്ങാം.